പച്ചയ്ക്ക് വർഗീയത പറയുന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന ഒരു സിനിമ, ഒരു പ്രൊപ്പഗാൻഡ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കി എടുത്ത ഒരു സിനിമയെന്ന് നമുക്കതിനെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ നമ്മൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യല്ലേ. അപ്പൊ അവരോട് നിങ്ങൾ ചോദിക്കണം, കേരളം എങ്ങനെയാണ്, കേരളം ഇങ്ങനെ ഒരു സ്റ്റേറ്റാണോ, നിങ്ങളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുമോ, അത് ചോദിക്കണം. നിങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ അവരോട് ജീവിക്കുകയല്ലേ, എത്ര വർഷങ്ങളായി ജീവിക്കുകയല്ലേ. അപ്പൊ അവരോട് ചോദിക്കണം. അത് അവരെ നേരിട്ട് കണ്ട് ചോദിച്ച് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തൂ, അതിനുശേഷം സിനിമ എടുക്കൂ. നമസ്കാരം. 2023 പുറത്തിറങ്ങിയ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ ആ സിനിമയെ പറ്റി മലയാളികൾ ആരും തന്നെ മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ കേരളത്തിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും വർഗീയ സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുകയും മറ്റ് മതത്തിൽപ്പെട്ട സ്ത്രീകളെ മുസ്ലിം നാമധാരികളായ ആളുകൾ നിർബന്ധിച്ച് തീവ്രവാദ സംഘടനയ്ക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ പറഞ്ഞത്. അപ്പോൾ വീണ്ടും അതിന്റെ സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗും അതിന്റെ അണിയറ പ്രവർത്തകരും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിനെ കരിവാരി തേക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. വർഗീയതയുടെ പേരിലും നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ പാർട്ട് വരുന്നതെന്ന് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ സംഘപരിവാറിൽ നിന്ന് കോൺട്രാക്ട് എടുത്തുകൊണ്ട് അവർ വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലരായി കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ പാർട്ടുമായി കേരളത്തിനെ കടന്ന് ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അത് നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമാകും. അപ്പൊ രണ്ടാമത്തെ സിനിമയുടെ പേര് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നാണ് രണ്ടാമത്തെ പാർട്ടിന്റെ പേര് അവർ നൽകിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങി. ആ ട്രെയിലറിൽ നമ്മൾ കാണുന്നത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന ഒരു സിനിമ, ഒരു പ്രൊപ്പഗാൻഡ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കി എടുത്ത ഒരു സിനിമയെന്ന് നമുക്കതിനെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിനിമയെ ഇത്രയ്ക്ക് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു മതേതരത്വ രാജ്യത്ത് പല മതങ്ങളിൽപ്പെട്ടവരും ജീവിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു മതത്തിനെ ഇത്രയും പൈശാചികമായി കൂടുതൽ കടന്നാക്രമിക്കുന്ന ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് ഈ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നാണ് മനസ്സിലാകാത്തത്. ഇപ്പൊ എങ്ങനെയാണ് സെൻസർ ബോർഡ് UAE 60 എന്ന് പറയുന്ന 60+ UAE 60+ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് സിനിമയ്ക്ക് നൽകിയതെന്നാണ് നമുക്കിത് മനസ്സിലാവാത്ത കാര്യം. അപ്പൊ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എടുത്ത് പരിശോധിക്കാം. സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റം നടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ അടുത്ത് വിജയുടെ ജനനായകൻ വരെ എത്തി നിൽക്കുന്നു. അത്തരത്തിൽ സെൻസർ ബോർഡിന്റെ ആ ഒരു നിരീക്ഷണത്തിൽ എന്തോ തെറ്റ് ചെയ്തു എന്ന് അവർ കണ്ടെത്തി അവർക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തമിഴ് സിനിമകൾ മാത്രമല്ല, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ, അപ്പൊ അതിന്റെ പേരിൽ ഉണ്ടായ തർക്കം. അതുപോലെ തന്നെ ലൂസിഫറിൽ ഗുജറാത്ത് കലാപം കാണിച്ചെന്നതിന്റെ പേരിൽ ആ സിനിമയിൽ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും കട്ട് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനമെടുത്ത സെൻസർ ബോർഡ് എന്തുകൊണ്ട് മറ്റൊരു മതത്തിനെ വർഗീയതയുടെ കാർഡായി എടുക്കുമ്പോഴും അതുപോലെ മറ്റൊരു സംസ്ഥാനത്തിന് ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാരുള്ള മറ്റൊരു സ്റ്റേറ്റിനെ കടന്നാക്രമിക്കുന്ന ഒരു സിനിമയെ എങ്ങനെയാണ് അവർക്ക് സെൻസർ ബോർഡ് UAE 60+ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഒരു സംവിധായകൻ സംഘപരിവാറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിലറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് അവർ കാണിക്കുന്നത് പ്രധാനമായും ലവ് ജിഹാദിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, മറ്റൊരു മതത്തിലുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, അവളെ വിവാഹം കഴിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിട്ട് നിർബന്ധിതമായി മതം മാറ്റുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് ലവ് ജിഹാദ് എന്നുള്ള കാര്യത്തിൽ കാണിക്കുന്നത്. അതിനുശേഷം ആ കുട്ടിയെ നിർബന്ധിച്ച് മതം മാറ്റിയതിനു ശേഷം വീട്ടില് ഭക്ഷിക്കാനായി ബീഫ് കൊടുക്കുന്നു. അപ്പൊ ആ കുട്ടി പറയാണ്, എന്നെ കൊന്നാലും പട്ടിണി കിടന്ന് മരിച്ചാലും ഞാൻ ബീഫ് കഴിക്കില്ല. പക്ഷെ അങ്ങനെ പറയുന്ന പെൺകുട്ടിയെ ആ കുടുംബക്കാരെല്ലാം കൂടെ 2 കൈയും പിടിച്ചു വെച്ചിട്ട് വായിങ്ങനെ തുറന്ന് അതിനകത്ത് ബീഫ് വായിക്കാതെ തള്ളി കയറ്റി കൊടുക്കുകയാണ്. അപ്പൊ അത്രത്തോളം വർഗീയത പച്ചയ്ക്ക് പറയുന്ന ഒരു സിനിമ. ഈ കേരളത്തില് ബീഫും പൊറോട്ടയും ഇഷ്ടമില്ലാത്ത ആരാണുള്ളത്? ഇതിനകത്ത് 90-95% ആളുകളും പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെടുന്നവരാണ്. ഇവിടെ ആരും ജാതി മതവും നോക്കിയല്ലേ പൊറോട്ടയും ബീഫ് കഴിക്കുന്നത്. ബീഫ് എന്ന് പറയുമ്പോൾ മലയാളികളുടെ വികാരമാണ്. അത് ഈ മറുനാടൻ മണ്ടന്മാർക്ക് അറിയില്ല എന്നാണ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ കഴിയുന്നത്. കാരണം അവർ കേരളം സന്ദർശിച്ച് കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിട്ടല്ല ഇവർ ഈ സിനിമ ചെയ്യുന്നത്. അവരുടെ ഭാവനയിൽ അവർ കേരളം മെനഞ്ഞെടുക്കുന്നു, അത് മറ്റുള്ളവരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്നു. അതാണ് അവർ ചെയ്യുന്നത്. എത്ര ആലോചിച്ചിട്ട് പിടികിട്ടാത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ മതപരിവർത്തനവും ബീഫും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ്. കാരണം ഈ ബീഫിന് വേണ്ടി ഇത്രത്തോളം വാദിക്കുന്ന സംഘപരിവാറും അതുപോലെ തന്നെ ഇതിന്റെ സംവിധായകനും ഇതിന്റെ അണിയറ പ്രവർത്തകരും അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നതിൽ 2ാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ്. അപ്പോൾ ആ ഇന്ത്യയിൽ നിന്ന് 43% കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സന്യാസിയായ മുഖ്യമന്ത്രി ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP യിൽ നിന്നാണ്. അപ്പൊ അത് മിത്രങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്കൊരു അഭ്യർത്ഥനയായി പറയാനുള്ളത്. അപ്പൊ ഈ പടത്തിൽ പ്രധാനമായി പറയുന്നത് ലവ് ജിഹാദിനെ പറ്റിയിട്ടാണ്.
നിർബന്ധിത മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതേ ഒരു സ്ഥാനത്ത് തന്നെ അതേ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ആഹ്വാനമാണ് വന്നിട്ടുള്ളത്. അത് കർവ അപ്പസിയാണ്. ഹിന്ദുവിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനം അന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ആരും ഒരു സിനിമ ഇറക്കുന്നത് ഇതുവരെ കണ്ടില്ല. അപ്പൊ അങ്ങനത്തെ സിനിമകളിലൂടെ ഇറക്കണം. ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം സിനിമകളിലൂടെ ഇറക്കി നമ്മൾ ഇന്ത്യക്കാരെ അറിയാത്തവരെ കൂടെ പഠിപ്പിക്കണം. അപ്പൊ കേരളത്തിൽ ഇന്റർ റിലീജിയസ് വിവാഹം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് അവർ പരസ്പരം ഇഷ്ടപ്പെട്ട് അവർ സമ്മതത്തോടെ അവർ പരസ്പരം രണ്ടുപേരും സമ്മതിച്ച് വിവാഹം കഴിക്കുന്നതാണ്. അല്ല നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു ജിഹാദും നടക്കുന്നില്ല, ഒരു കർവാപ്പസിയും നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് അവരുടെ പ്രണയമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ നമ്മൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യല്ലേ. അപ്പൊ അവരോട് നിങ്ങൾ ചോദിക്കണം, കേരളം എങ്ങനെയാണ്, കേരളം ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആണോ, നിങ്ങളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുമോ, അത് ചോദിക്കണം. നിങ്ങളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നത് നിങ്ങൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ അവരോട് ജീവിക്കുകയല്ലേ, എത്ര വർഷങ്ങളായി ജീവിക്കുകയല്ലേ. അപ്പൊ അവരോട് ചോദിക്കണം. അത് അവരെ നേരിട്ട് കണ്ട് ചോദിച്ച് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തൂ, അതിനുശേഷം സിനിമ എടുക്കൂ. അല്ല നിങ്ങളുടെ ഭാവനയിൽ മെനഞ്ഞ് ഇന്ത്യയിലെ ഒരു നമ്പർ 1 സ്റ്റേറ്റിനെ ഇങ്ങനെ കരിവാരി തേക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ട എന്നല്ലാതെ അതിനപ്പുറം എന്താണ് കാണേണ്ടത്? ഇപ്പോൾ ലവ് ജിഹാദ്, റോമിയോ ജിഹാദ്, അതുപോലെ കർവാപ്പസി, ഇതൊക്കെ ഇവിടെ നടന്നതിന് ഒരു തെളിവില്ലെന്നാണ് ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളായ NIA പോലും ഒരു തെളിവും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും നിങ്ങൾ കേരളത്തിനെതിരെ നിരന്തരം വർഗീയതയുടെ കാർഡുമായി നിങ്ങൾ വരുമെന്നും പച്ച വർഗീയത പറയുന്ന തരത്തിലുള്ള സിനിമകൾ ഇറക്കുമെന്നും മലയാളികൾക്കറിയാം. ഇവിടുത്തെ മുഹമ്മദും കൃഷ്ണനും ജോസഫും ഒരുമിച്ച് തന്നെ ജീവിക്കും. ഈ കേരളത്തിന്റെ സാഹചര്യം അതാണ്. വർഗീയതയെ പ്രതിരോധിച്ച ഒരു നാടാണ് കേരളം. ആ നാടിൽ പെരുന്നാളും ഉറൂസും ഉത്സവവുമെല്ലാം അവർ ഒരുമിച്ച് കൊണ്ടാടും. നിങ്ങൾ എത്ര വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ഈ കേരളത്തിന്റെ മതേതര മനസ്സിൽ നിങ്ങൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.